ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും ലോക്ക്ഡൗൺ ആയിട്ട് വീട്ടിൽ തന്നെ ഇരിക്കുമായിരിക്കും അല്ലേ? അപ്പം ഞാൻ ലോക്ക്ഡൗൺ ക്വാറന്റൈൻ ഡേയ്സ് കുറച്ച് വീഡിയോസ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം നോർമലി എല്ലാം ഒരേ ദിവസം പോലെ തന്നെ കുറച്ച് ഡേയ്സ് പോയത് കൊണ്ടാണ് പിന്നെ വീഡിയോസ് ഒന്നും ചെയ്യാതിരുന്നത്. അപ്പം കുറച്ച് ദിവസം ആയല്ലോ, എല്ലാവർക്കും എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എന്നൊക്കെ അറിയാനായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ ക്വാറന്റൈൻ ഡേയ്സ് ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. വീട്ടിൽ തന്നെ ഇരുന്നിട്ട് ഇങ്ങനെ ഡെയിലി ഇങ്ങനത്തെ അതേപോലെ ജോലികളും കാര്യങ്ങളും ഷൂട്ടിങ്, റെക്കോർഡ്, എഡിറ്റിങ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നിങ്ങളും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്ന, എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കുക. അപ്പം ഇന്ന് വന്നിരിക്കുന്നത് എൻ്റെ ഈ ദിവസത്തെ വിശേഷങ്ങളൊക്കെ പറയാനായിട്ടാണ് കേട്ടോ. അപ്പം ഇനിയുണ്ട് 21 ദിവസമായിട്ട്, ഇനി April 14 വരെയല്ലേ. അപ്പം ഇന്ന് ഇപ്പം April 4 ഇത്രയും ദിവസമായിട്ടേ ഉള്ളൂ. അപ്പം ഇനിയും 2 ആഴ്ചയോളം നമ്മൾക്ക് ഇനിയും പോകാനായിട്ടുണ്ട്. ഞാനൊരു റിവ്യൂ കൂടെ പറയാമെന്ന് വിചാരിച്ചിട്ടാണ് വന്നത്. നിങ്ങളെല്ലാവരും കണ്ടതായിരിക്കും ട്രാൻസ് എന്ന മൂവി. അപ്പം ഓൾമോസ്റ്റ് ആൾക്കാരും കണ്ട് കാണും. എങ്കിലും ടി വിയിൽ വന്നിട്ട് കാണാനിരിക്കുന്ന ആൾക്കാർക്കൊക്കെ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ കാണാതിരിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഒന്ന് കണ്ടു നോക്കാവുന്ന ഒരു പടം എന്ന രീതിയിൽ ഞാൻ അതിൻ്റെ റിവ്യൂ ഒക്കെ ഒന്ന് പറയാമെന്ന് വിചാരിച്ചാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ട്രാൻസ് അനൗൺസ് ചെയ്ത സമയം മുതൽ എല്ലാവരും പ്രതീക്ഷയോടെ നോക്കിയിരുന്ന ഒരു പടമായിരുന്നു. കാരണം വേറൊന്നുമല്ല, അൻവർ റഷീദ് സംവിധാനം ചെയ്യുന്ന പടത്തിൽ ഫഹദും നസ്രിയായിരുന്നു നമ്മൾ ആ ഒരു പോസ്റ്ററും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അവർ മെയിൻ കഥാപാത്രങ്ങളായിട്ട് വരുന്നൊരു മൂവിയെന്ന്. നസ്രിയ കല്യാണം കഴിഞ്ഞ് കൂടെ മൂവിയിൽ അഭിനയിച്ചെങ്കിലും ഫഹദുമായിട്ട് നായിക വേഷത്തിലെത്തുന്നൊരു പ്രാധാന്യമുള്ളൊരു ചിത്രം എന്ന് വിചാരിച്ച് നമ്മൾ ഏറെ പ്രതീക്ഷയോടെ നോക്കിയിരുന്ന പടമായിരുന്നു. വിജു പ്രസാദ് എന്ന ഒരു സാധാരണക്കാരനായ ഒരു യുവാവിൻ്റെ കഥ പറഞ്ഞുകൊണ്ടാണ് മൂവി തുടങ്ങുന്നത്. കന്യാകുമാരിയിൽ മോട്ടിവേഷണൽ ട്രെയിനറായിട്ട് വർക്ക് ചെയ്യുന്ന വിജുവിൻ്റെ ഫാമിലിയിൽ നടക്കുന്ന ദുരന്തങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് മൂവിയുടെ ആദ്യ ഭാഗം തുടങ്ങി വരുന്നത്. ആ ഭാഗങ്ങളൊക്കെ കുറച്ച് ബോറടി തരുന്നുണ്ടെങ്കിലും പിന്നീട് പടം പോകും തോറും ബിജുവിൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന അപ്രതീക്ഷിതമായ ഒരു വഴിത്തിരിവും കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകും തോറും നമുക്ക് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നും. അതായത് ഒരു ഇടഭാഗത്തേക്ക് പടം കുറച്ച് കൂടുതലായിട്ട് തോന്നുന്നുണ്ട്, എങ്കിലും ഒരു ഇടഭാഗത്തേക്ക് വരുമ്പോഴത്തേനും നമുക്ക് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നും. ബിജു എന്ന ക്യാരക്ടർ മാറി വേറൊരു ക്യാരക്ടറിലേക്ക് മാറുന്നതും കാര്യങ്ങളും. അപ്പോൾ എനിക്ക് മൊത്തത്തിൽ അങ്ങ് കണ്ടിട്ടില്ലാത്ത ആൾക്കാരുണ്ടെങ്കിൽ എന്ന് വിചാരിച്ച് എനിക്കങ്ങനെ പറയാൻ സാധിക്കില്ലല്ലോ. അപ്പം ആരും കൈകാര്യം ചെയ്യാത്ത ഒരു വിഷയം എടുത്ത് ചെയ്തിരിക്കുന്നു എന്നത് തന്നെയാണ് ഈ പടത്തിൻ്റെ ഒരു പ്രത്യേകത. ശരിക്കും പറഞ്ഞാൽ ഒരു ഫഹദ് ഷോ തന്നെയാണ് കാണിക്കുന്നത്. ഫഹദ് ഫാസിൽ എന്ന നടൻ്റെ ആ അഭിനയ വിസ്മയം എന്ന് പറയുന്നത് ശരിക്കും ഈ പടത്തിൽ എടുത്തു പറയേണ്ട തന്നെയുണ്ട്. പുള്ളിക്കാരൻ്റെ ആ ഒരു പുള്ളിക്കാരനാണ് ശരിക്കും നമ്മൾ ഈ പടം കാണിക്കാൻ ഇരുത്തുന്നത്. പിന്നെ നസ്രിയെ പറ്റി പറയുകയാണെങ്കിൽ നസ്രിയ ശരിക്കും ഒരു വേറൊരു ക്യാരക്ടറിൽ റീപ്ലേസ് ചെയ്ത് വരുന്നൊരു ആളായിട്ടാണ് വരുന്നത്. അപ്പം ശരിക്കും അങ്ങനെ ഒരു റോളിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു എന്ന് തോന്നും. കാരണം വെറുതെ ആഡ് ചെയ്ത പോലെ തോന്നുന്നു, നസ്രിയനെ വെറുതെ കൊണ്ടുപോകുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തത്. നസ്രിയയ്ക്ക് വലിയ റോളൊന്നുമില്ലെങ്കിലും സാധാരണ ചെയ്തിട്ടുള്ള ഒരു കുട്ടിക്കളി മാറാത്തൊരു പെൺകുട്ടിയുടെ റോളുകളിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടൊരു വേഷമായിരുന്നു നസ്രിയ കൈകാര്യം ചെയ്തിരുന്നത്. പിന്നെ ഒരു താരനിര തന്നെ ഉണ്ടായിരുന്നു ചിത്രത്തിൽ. ദിലീഷ് പോത്തൻ, ചെമ്പൻ വിനോദ്, നമ്മുടെ വിനായകൻ, അശ്വതി മേനോൻ, സത്യം ശിവസുന്ദരത്തിൽ അശ്വതി മേനോൻ, ജോജു, പിന്നെ കരിക്ക് ടീം, അങ്ങനെ കുറേയധികം താരനിര തന്നെയുണ്ട് ചിത്രത്തിൽ എടുത്തു പറയത്തക്ക വേഷങ്ങളിൽ. പിന്നെ ഇതിൽ മ്യൂസിക്കൊക്കെ നന്നായി ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിൽ പാട്ടുകളൊന്നും എടുത്ത് പറയത്തക്ക അത്ര ഭംഗിയായിട്ടൊന്നും തോന്നിയില്ല. പിന്നെ ഇത് ടോട്ടലി പറയുകയാണെങ്കിൽ നമ്മളുടെ മതം, ദൈവം എന്ന കാര്യങ്ങളെ പറ്റിയും അതുകൊണ്ടുള്ള ബിസിനസ്സും, പിന്നെ അതൊരു സാധാരണക്കാരൻ്റെ ജീവിതത്തിൽ വരുന്ന നഷ്ടവും, പിന്നെ വിജു എന്ന ചെറുപ്പക്കാരൻ്റെ മാനസികാവസ്ഥ കൊണ്ടെത്തിക്കുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ചുറ്റിപ്പറ്റി നിൽക്കുന്നതാണ്. അപ്പം നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു മതം, ദൈവം എന്നുള്ള രീതിയിൽ വിചാരിച്ച് കാണാതിരിക്കേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ കണ്ടു തുടങ്ങുമ്പോൾ നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നും. എല്ലാവരും കണ്ടിരിക്കേണ്ട ഒരു പടം തന്നെയാണ്. അപ്പം എനിക്ക് ശരിക്കും ഇഷ്ടമായും നന്നായി എൻജോയ് ചെയ്യാൻ പറ്റും. എനിക്ക് ആ ഫസ്റ്റ് പോർഷനും പിന്നെ ആ ഒരു ലാസ്റ്റ് എൻഡിങ് ആയിട്ടുള്ള ഭാഗം അതിന് ചെറിയ ബോറടി ഫീൽ ചെയ്തു. ബാക്കി ആ ഇടഭാഗമൊക്കെ വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഫഹദ് ഫാസിൽ എന്ന നടൻ്റെ ആ ഒരു അഭിനയം ഭയങ്കര നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഫഹദിനെ ഇഷ്ടപ്പെടുന്ന എല്ലാവരും തീർച്ചയായിട്ടും എൻജോയ് ചെയ്യാൻ പറ്റുന്ന പടമാണ്. അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് കണ്ടു നോക്കണം കേട്ടോ. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ. പിന്നെ സാധാരണ ഇങ്ങനെ പോവുകയാണ്. അപ്പം ഞാൻ എന്തെങ്കിലും വ്യത്യസ്തമായ മൂവികൾ കാണുവാണെങ്കിൽ അതിൻ്റെ റിവ്യൂ ഒക്കെ ആയിട്ട് വീഡിയോ ആയിട്ട് വരാം. അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞാനിതൊരു എൻ്റർടൈനിങ് വീഡിയോ ആയിട്ടാണ് കേട്ടോ ചെയ്തിരിക്കുന്നത്, അല്ലാതെ വേറൊന്നുമല്ല. നിങ്ങൾക്ക് ബോറടിച്ചിരിക്കുന്നവർക്ക് ഒരു എൻ്റർടൈൻമെൻറ്റ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പം നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന എൻ്റർടൈനിങ് ആണ്. അടുത്ത വീഡിയോ ആയിട്ട് കാണാം.